ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്മാർട്ട് പോഡാണ്. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എയർപോഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി എയർപോഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് കാണാം. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് KDMന്റെ സ്മാർട്ട് പോഡ്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഹെഡ്ഫോൺ അല്ലെ എയർപോഡ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാം തരം അടിപൊളി ഐറ്റം തന്നെയാണ് ഈ KDMന്റെ സ്മാർട്ട് പോഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കിനി നോക്കാം. ഇതിന്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ എയർപോഡ് വെക്കുന്ന കേസ് ഉണ്ടല്ലോ, ആ കേസിൽ തന്നെ ഡിസ്പ്ലേയും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ഈ എയർപോഡിൽ തന്നെ ഇവരൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് ടച്ച് ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനും വോളിയം കൺട്രോളിനും എല്ലാം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മിനി മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഡിസ്പ്ലേ നല്ല രീതിയിൽ യൂസ് ആവുന്നതായിരിക്കും. ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് 35 അവർ ആണ് ബാക്കപ്പ് ടൈം. 35 അവർ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നോയിസ് ക്യാൻസലേഷനും പിന്നെ അടിപൊളി ബാസും നല്ല സൗണ്ട് ക്ലാരിറ്റിയും കിട്ടുന്ന ഒരു അടിപൊളി മോഡൽ തന്നെയാണ് ഈ KDMന്റെ സ്മാർട്ട് പോഡ്സ് എന്ന് പറയുന്നത്. ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്ന് ആവശ്യമില്ല. നല്ല 100% ട്രസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ KDMന്റെ സ്മാർട്ട് പോഡ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാനില്ല. പ്രീമിയം ടൈപ്പ് ഒരു ഡിസ്പ്ലേ നോക്കുന്ന അല്ലെ പ്രീമിയം ടൈപ്പ് ഒരു എയർപോഡ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തോ. അപ്പം KDMന്റെ സ്മാർട്ട് പോഡ്സ് അപ്പം പെട്ടെന്ന് എടുത്തിട്ട് ഡാമേജ് ആയി പോവോ അല്ലെ കേടായി പോവോ എന്നുള്ള പേടിയും വേണ്ട. കമ്പനി ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി തന്നെയാണ് കമ്പനി ഇതിന് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ KDMന്റെ സ്മാർട്ട് പോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് അപ്പൊ കമ്പനി പറയുന്ന ടൈപ്പിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് 420 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി പറയുന്നത്. അതും 5 അവർ പിന്നെ 5 അവേഴ്സ് അപ് ടു 5 അവേഴ്സ് നമുക്ക് സംസാരിക്കാനുള്ള ഇത് നമുക്ക് കിട്ടും. കോളിംഗ് ടൈം 5 അവേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ടൈം പറയുന്നതും 5 അവേഴ്സ് തന്നെ പറയുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറയുന്നത് 500 അവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓൺ ആയിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാതെ കോളൊന്നും ചെയ്യാതെ നോർമൽ ഓൺ ആയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 500 മണിക്കൂറാണ്. 500 മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര ഒരു നല്ല ബാക്കപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇത് എന്ന് പറഞ്ഞാൽ ചാർജിങ്. ഇത്രയും നേരം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് ഫുൾ ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. 1.5 അവേഴ്സ് ആണ് ഇതിന്റെ ചാർജിങ് ടൈം. പിന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ടൈപ്പ് തന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. അങ്ങനെ അടിപൊളി കുറെ ഫീച്ചേഴ്സ് നടന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. നമുക്ക് ലിങ്കോ അതിനുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകളോ അയച്ചു തരാം. അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറഞ്ഞത് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ, താങ്ക് യു.